CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ. ചാവക്കാട് പഞ്ചാരമുക്കിൽ മാരക രാസലഹരിയായ MDMA-യുമായി രണ്ടുപേരെ ചാവക്കാട് പോലീസ് പിടികൂടി. പഞ്ചാരമുക്കിൽ ഫാബ് ഹൗസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉടമകളായ പാലയൂർ കല്ലൂരായിൽ വീട്ടിൽ 33 വയസ്സുള്ള അൻഷാദ്, ചക്കങ്കണ്ടം പൊതുവീട്ടിൽ 37 വയസ്സുള്ള ഷബീർ എന്നിവരാണ് പിടിയിലായത്. ചാവക്കാട് SHO NS രാജീവ്, SI പ്രീത ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ കടയിൽ നടത്തിയ പരിശോധനയിലാണ് 300ഓളം ഗ്രാം വരുന്ന MDMA പിടികൂടിയത്. 3 പാക്കറ്റുകളിലാക്കി ഒളിപ്പിച്ച നിലയിലാണ് രാസലഹരി കണ്ടെത്തിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സംഭവത്തിൽ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. നഗരസഭാ ഓഫീസിന് മുമ്പിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രതിഷേധം നടത്തുന്നത്. കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, മിനി മോൻസി, റോഷിത് ഓടാട്ട്, KP അനീന, മിനി, ജിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹ സമരം നടക്കുന്നത്. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം തെരുവുനായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതുമൂലം നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൗൺസിലർ ഷാജി ആലിക്കൽ പറഞ്ഞു. സമരം ആരംഭിച്ച കൗൺസിലർമാരെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് അഭിവാദ്യം ചെയ്തു. സമരത്തിൽ പങ്കെടുക്കുന്ന കൗൺസിലർമാരെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റെജി മാഷ്, ബ്ലോക്ക് ട്രഷറർ ഉണ്ണി ഏറത്ത്, INTUC റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി തമ്പി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു എന്നിവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തൃശൂർ മുള്ളൂർക്കരയിൽ കാട്ടാനയെത്തി. തൃശൂർ പട്ടാമ്പി സംസ്ഥാന പാത മുറിച്ചുകടന്നാണ് കാട്ടാനയെത്തിയത്. ആന ജനവാസ മേഖലയിൽ എത്തിയതോടെ ജനങ്ങൾ ഭീതിയിലായി. വാഴക്കോട് BRDക്ക് സമീപമാണ് കാട്ടാന റോഡ് മുറിച്ച് ജനവാസ മേഖലയിലേക്ക് കയറിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. വനംവകുപ്പ് സംഘമെത്തി പിന്നീട് ആനയെ തുരത്തി. ലോക ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി അധ്യക്ഷയായി. MLA ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ബോധവൽക്കരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ജാഥയിൽ പങ്കാളിയാവുകയും ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, പഞ്ചായത്ത് അംഗം VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പോലീസ് SHO MN ബിജോയ്, ASIമാരായ K പ്രമോദ്, KP ബിനേഷ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനൂജ് കൃഷ്ണ, വിമുക്തി കോർഡിനേറ്റർ ജോസ് ജെയിംസ്, NSS പ്രോഗ്രാം ഓഫീസർ K തസ്നി എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം കുട്ടികളും ജനപ്രതിനിധികളും നാട്ടുകാരും ബോധവൽക്കരണ ജാഥയിൽ പങ്കാളികളായി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണത്തിന് തുടക്കമായി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത പുസ്തകരചയിതാവുമായ VS സരോജിനി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ടീച്ചർ, പ്രധാനാധ്യാപിക ജെൻസി ടീച്ചർ, മറ്റധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സാഹിത്യ തൂൺ, കയ്യെഴുത്തു മാസിക പ്രകാശനം, ക്വിസ് മത്സരങ്ങൾ, വായന രചനാ മത്സരങ്ങൾ, വായനാ വണ്ടി, പത്രവായന പ്രോത്സാഹനം തുടങ്ങിയ മത്സരങ്ങളും പരിപാടികളും വരും ദിവസങ്ങളിൽ കുട്ടികൾക്കായി നടത്തും. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളെ ആദരിക്കൽ, കുടുംബശ്രീയുടെ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് യൂണിറ്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനം
കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം ബാലാജി നിർവഹിച്ചു. ചടങ്ങിൽ JLG അംഗങ്ങളുടെ പലിശ സബ്സിഡി, സംരംഭക ലോൺ, കുടുംബശ്രീ ഇൻഷുറൻസ്, ഡെത്ത് ക്ലെയിം എന്നിവയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന, ബ്ലോക്ക് മെമ്പർമാരായ പ്രജിത്ത്, റംഷിയ, പഞ്ചായത്ത് അംഗങ്ങളായ റസാഖ്, അഫ്സൽ, രേഷ്മ, രജിത, ഫസീല എന്നിവർ സംസാരിച്ചു. CDS അക്കൗണ്ടന്റ് മഞ്ജുള സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ശ്രീതി നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കമ്മ്യൂണിറ്റി കൗൺസിലർ, CDS മെമ്പർമാർ, RPമാർ, 224 കുടുംബശ്രീകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരും പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ ലഹരിക്കെതിരായ ഉപ്പുശേഖരണ പരിപാടി നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ലഹരി വിമുക്തമായ സമൂഹത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മയിൽ പങ്കുചേർന്നു. ഗുഡ് ഷെപ്പേർഡ് ITC ഡയറക്ടർ ഫാദർ ജോഷി പാലിയേക്കര ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ലഹരിമുക്ത സമൂഹത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ചിറ്റണ്ട ശ്രീകാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. പ്രതിഷ്ഠാ ദിവസം പുലർച്ചെ 4-ന് പള്ളി ഉണർത്തൽ, അഭിഷേകം, ഉഷപൂജ, പ്രഭാതപൂജ. തുടർന്ന് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ 9:30-ന് നവകം, പഞ്ചഗവ്യം, കലശമാടൽ, ഉച്ചപൂജ, രാവിലെ 11-ന് പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് 6-ന് സഹസ്രദീപാർച്ചന, സഹസ്രദീപം തെളിയിച്ച് ദീപാരാധന എന്നിവയുമുണ്ടായി. മേൽശാന്തി സജു തിരുമേനി, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, ഉപദേശക സമിതി അംഗങ്ങളായ PS ശ്രീജിത്ത്, P രാംകുമാർ, CR ജിഷ്ണു, VC സാഗർ, CR ജിജിൻ, KV ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരമൊരുക്കി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വാർഡ് മെമ്പർ ബീന ബാബു എന്നിവരെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ ലയൺസ് ക്ലബ് സൗജന്യമായി വീട് പണിതു നൽകിയ ബിനുവിന് ഇലക്ട്രിക് വീൽചെയർ കൂടി നൽകി. SSLC, +2 വിജയിച്ച നിർധനരായ 17 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മൊമന്റോയും വിതരണം ചെയ്തു. 2 വനിതകൾക്ക് സ്വയം തൊഴിൽ നേടുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ നൽകി. ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ, റീജിയണൽ ചെയർപേഴ്സൺ ഗിൽബർട്ട് S പാറമേൽ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജ്യോതിസ് സുരേന്ദ്രൻ, പ്രസിഡന്റ് സുജിക്സ് K അലക്സ് എന്നിവർ സംസാരിച്ചു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ക്ലബ് സ്പോൺസർ ചെയ്ത യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ വിമൻസ് ക്ലബ് ഓഫ് കുന്നംകുളത്തിന്റെ ഉദ്ഘാടനം നിയുക്ത റീജിയണൽ ചെയർമാൻ S രാജേഷ് ഗോപാൽ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് CM മാത്യൂസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജോസി ഫ്രാൻസിസ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. പ്രസിഡന്റ് ലിനറ്റ് ഡേവിസ്, സെക്രട്ടറി AC സുനിത, ട്രഷറർ ലൈസി ബെന്നി, റീജിയണൽ ചെയർമാൻ K രഞ്ജിത് കുമാർ, V അൻവർ, ലിനറ്റ് ഡേവിസ്, AC സുനിത എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.